നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞുങ്ങളായ വിശക്കും, വിശന്നാ കരയും. അതിന് നിനക്കെന്താ? നീ നിന്റെ പാട് നോക്കി പോടി. ഇതെന്റെ കുഞ്ഞാ. ഇതിനെന്തെങ്കിലും പറ്റിയാലേ നിനക്കെന്താ? ഇറങ്ങടി വെളിയില്. ഇറങ്ങാൻ. അങ്ങോട്ട് ഇറങ്ങി പോടി. ഇറങ്ങി പോടി. ഓ എന്റെ കുഞ്ഞ് മൈഥിലി, മൈഥിലി. മീനാക്ഷി, എന്തിനാ നീ കരയുന്നേ? നമ്മുടെ കുഞ്ഞ് വിശന്ന് കരയ. ഫുഡ് കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ ചോദിച്ചിട്ട് അവള് തരുന്നില്ല. അവൾക്ക് കുഞ്ഞിനോട് യാതൊരു സ്നേഹവും. അത് കുഞ്ഞിനോട് കാണിക്കുന്ന അവളുടെ പെരുമാറ്റം കാണുമ്പോ നമുക്ക് മനസ്സിലാവും. അവൾക്ക് അവളോടല്ലാതെ മറ്റാരോടും ഒരു സ്നേഹവും മീനാക്ഷി. എനിക്ക് പറ്റിപ്പോയൊരു വലിയ തെറ്റാ അവള്. എന്ത് ഞാൻ സഹിക്കാം, പക്ഷെ എന്റെ കുഞ്ഞ് കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാർത്തേട്ട. എനിക്കറിയാം മീനാക്ഷി നിന്റെ വിഷമം. അതേ സങ്കടം എനിക്കുമില്ലേ. ഞാൻ ആ കുഞ്ഞിന്റെ അച്ഛനല്ലേ. കുഞ്ഞ് കിടന്ന് കരയുന്നത് കണ്ട് ഞാൻ എടുക്കാൻ നോക്കിയപ്പോ അവൾ എന്നെ പിടിച്ച് പുറത്താക്കി മുറി അടച്ചു കളഞ്ഞു. അവളെ ഞാൻ എന്താ ചെയ്യേണ്ടത് മീനാക്ഷി? ക്ഷമിക്കാതെ മറ്റൊരു മാർഗമില്ല കാർത്തേട്ട. നമ്മുടെ കുഞ്ഞിനെ നമുക്കൊന്ന് കാണുമെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അവളോട് തൽക്കാലം ക്ഷമിച്ചേ പറ്റൂ. കുഞ്ഞിനോടുള്ള മീനാക്ഷിയുടെ സെന്റിമെന്റ്സ് വെച്ച് അവള് മുതലെടുക്കുക. നിന്നോട് എങ്ങനെയെങ്കിലും പകരം വീടണം. അത് മാത്രം അവളുടെ ലക്ഷ്യം. ഞാൻ എന്ന് സഹിക്കാം, ക്ഷമിക്കാം, എന്റെ കുഞ്ഞിന് വേണ്ടി. ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ ആ നാശം പിടിച്ചവളെ ഇതിനകത്ത് താമസിപ്പിക്കുന്ന എന്തിനാ? അടിച്ച് വെളിയിലാക്കിയാലോ? ഇതൊക്കെ നമ്മൾ പലവട്ടം ആലോചിച്ച് ഉപേക്ഷിച്ച കാര്യങ്ങളല്ലേ കാർത്തേട്ട. അങ്ങനെ ചെയ്താല് അവള് കുഞ്ഞിനെ കൊണ്ട് പോയിക്കളയില്ല. ഇതിപ്പോ കുഞ്ഞിനെ എല്ലാവർക്കും കാണുമെങ്കിലും ചെയ്യാലോ, ദൂരെ നിന്നെങ്കിലും. അവള് കുഞ്ഞിനോട് കാണിക്കുന്ന ഇത്തരം ദ്രോഹങ്ങൾ കൂടി നമ്മൾ കാണണ്ടേ മീനാക്ഷി? എന്തായാലും നീ കരയാതെ മീനാക്ഷി. എല്ലാത്തിനും വൈകാതെ ഒരു പോംവഴി ഉണ്ടാവും. അങ്ങനൊരു പോംവഴി ഉണ്ടായല്ലേ പറ്റൂ. ഇന്ന് കോടതിയിൽ പോയേ പറ്റൂ. അവളുടെ ഇമ്മോറൽ ലൈഫ് ചൂണ്ടിക്കാണിച്ച് നല്ലൊരു വക്കീലിനെ വെച്ച് നമുക്ക് കേസ് കൊടുക്കാം. വഴിവിട്ട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെ എന്തായാലും കോടതി കുഞ്ഞിനെ വിടില്ല. നമുക്ക് അനുകൂലമായ വിധി തന്നെ വരും. സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ക്ഷമിക്കുന്നത്. പക്ഷേ സാഹചര്യം നമ്മളെ അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും? കോടിക്കണക്കിന് നന്മയുള്ള അമ്മമാർക്കിടയിൽ ഇങ്ങനെ ഒരു ജന്മം. ഇവളാണോ ഒരു അമ്മ? എന്റെ മീനാക്ഷി കരയാതെ. നമുക്കിതൊക്കെ തരണം ചെയ്തല്ലേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.